അങ്ങേക്കൊപ്പം അല്ല യാത്ര ചെയ്യുന്നത്, അവസാന യാത്രയിലാണ്. പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും അദ്ദേഹത്തുമായി യാത്ര ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളൊരു മനുഷ്യരാണ്. അതെ, ഞാൻ 10-27 കൊല്ലം വിഎസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. LDF കൺവീനർ മുതൽ 2 പ്രതിപക്ഷ നേതാവ്, ഒരു CM ഇതെല്ലാം ഞാൻ തന്നെ ആയിരുന്നു യാത്ര. എൻ്റെ കൂടെ വേറെ സുഹൃത്തുകൂടെ ഉണ്ട്, ആലപ്പുഴയെല്ലാം. വിഎസിനുമായിട്ട് ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് പുറത്ത് അഭിനയിക്കാത്ത ഒരു വ്യക്തി, മനസ്സിൽ സ്നേഹം എപ്പോഴും ഉണ്ടാവും. വിഎസിനുമായിട്ടുള്ളൊരു ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനുമേൽ വലിയൊരു സങ്കടം ഇല്ലായിരുന്നു, സങ്കടമുണ്ട്. ഒരു അച്ഛനെ കൊണ്ടുപോകുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവരുന്നതാണ്. അതെ, ഞങ്ങൾ പല സമയങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. അതെ, വിഎസ് എങ്ങനെ ഞങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെയാണ് MLA മലമ്പുഴ MLA ഉണ്ട്. വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് എന്ത് ചോദിച്ചാലും അതിന് മറുപടി വിഎസ് പറയും. വിഎസ് ആകെ കാണുമ്പോൾ ആകെ ഭയങ്കര പേടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നുമില്ല. ഞങ്ങൾ എന്ത് സംസാരിക്കണം വിഎസ് അതിന് മറുപടി കൊടുക്കുന്ന വ്യക്തിയാണ്. അതുതന്നെയാണ് കാര്യം. പലപ്പോഴും നമ്മൾ നീട്ടിയും കുറുക്കിയുമുള്ള ഒരു സംഭാഷണ രീതിയാണ് വിഎസിനെ കേട്ടിട്ടുള്ളതെങ്കിൽ, പക്ഷേ വിഎസിൻ്റെ ഇടയ്ക്കിൽ വ്യക്തിപരമായി പുന്നപ്രയിലെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കുന്ന സമയത്ത് അത് ഈ സാധാരണ നമ്മളെ ഒരു പരസ്പരം സംസാരിക്കുന്ന പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്നു മലമ്പുഴയിൽ. അടുത്ത ഇടപഴകുമ്പോഴാണ് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ആദ്യം പറഞ്ഞു കേട്ടതും മൂപ്പരും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു. ഞാനതാ പറയുന്നത്, കുട്ടികൾക്ക് വരെ മൂപ്പരെ കയ്യിലെടുക്കാൻ കഴിയുമെന്നുള്ളത് ആ 20 കൊല്ലത്തിൻ്റെ അനുഭവത്തിലല്ല, ആദ്യത്തെ 5 കൊല്ലത്തെ അനുഭവത്തിൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ നമുക്ക് എന്തും അദ്ദേഹത്തോട് സംസാരിക്കാം. അതപ്പോൾ സുന്ദരം പറഞ്ഞില്ലേ, എല്ലാറ്റിനും മൂപ്പര് മറുപടി പറയും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് തകരാറുണ്ടെങ്കിൽ മൂപ്പര് അത് അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കും. പിണങ്ങാറുണ്ട് ഞാൻ, അത് അങ്ങനെയല്ല എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് മൂപ്പര് അതുപോലെ ഇങ്ങോട്ട് നമ്മളെ വഴക്ക് പറയും. എന്നാലും അത് കഴിഞ്ഞാൽ എന്തുമാത്രം സ്നേഹമാണ് അറിയുമോ. ഒരിക്കൽ പിണങ്ങിയാൽ പിന്നെ അടുത്ത് കാണുമ്പോൾ എന്താ പ്രഭാകര, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ടേ അങ്ങനെ ഒരു പ്രത്യേക മനുഷ്യത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അത് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഇത്ര ഒരു വിശാലമായിട്ടുള്ള ഒരു ഹൃദയവും പെരുമാറ്റ സ്വഭാവവും ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇതാണ്. പക്ഷേ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് വിഎസിൽ കണ്ടിട്ടുണ്ട്. മാനവികതയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സുരേഷിൻ്റെ വാക്കുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാരഥിയായിരുന്ന 20 വർഷത്തിലധികം അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തുകയാണ് വിഎസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. അല്പസമയത്തുള്ളിൽ തന്നെ ഉള്ളൂർ പിന്നിട്ട് ശ്രീകാര്യത്തേക്ക് വിഎസ് അച്യുതാനന്ദൻ എത്തും. നേരത്തെ കണ്ട ജനസഞ്ചയമല്ല ദിവിഷ. ഇപ്പോൾ കണ്ടില്ലേ, ജനങ്ങളിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വിഎസ് അച്യുതാനന്ദനെ കാണാൻ വേണ്ടി തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്, CIT തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ള സംഘടനയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ വിഎസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വിഎസ് എത്താറാകുന്നു എന്നറിയുമ്പോഴേക്കും അവരെല്ലാം തന്നെ ഈ റോഡിൻ്റെ വശങ്ങളിലേക്കും കടന്നു വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളടക്കം, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കൊച്ചു കുഞ്ഞുങ്ങളടക്കം അവർക്കൊന്നും വിഎസിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല, വിഎസ് എന്താണെന്ന് അറിവുണ്ടായില്ല. പക്ഷേ അവർക്കൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഞങ്ങൾ വിഎസിൻ്റെ അവസാന യാത്രയ്ക്ക് അദ്ദേഹത്തെ കണ്ടു എന്ന് ചിലപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വിഎസ് എന്നാൽ ആ 2 അക്ഷരത്തിന് മറ്റൊരു പര്യായം പറയാൻ സാധിക്കില്ല. വിഎസ് എന്നാൽ വിഎസ് മാത്രമാണ്. ആ വിഎസ് അച്യുതാനന്ദൻ അവസാനമായി അദ്ദേഹം പലകുറി കടന്നുപോയിട്ടുള്ള ഈ വഴിയിലൂടെ, ഈ ശ്രീകാര്യത്തിൻ്റെ ആ ജംഗ്ഷനിലൂടെ അല്പസമയത്തുള്ളിൽ കടന്നു വരും. ഒട്ടേറെ ആൾക്കാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂലൈയുടെ നഷ്ടമാണ്, പലതരത്തിലുള്ള നഷ്ടങ്ങൾ, പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ജൂലൈ മാസത്തിൽ നഷ്ടമായിട്ടുണ്ട്. അതിൽ ജൂലൈയുടെ നഷ്ടമാണ് മലയാളത്തിൻ്റെ, ഇന്ത്യയുടെ നഷ്ടമായി ആ വിഎസ് മാറുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരും.